So, hey guys, welcome to my new vlog. Sorry, new gaming video. Okay guys, new vlog അല്ല ഗെയിമിംഗ് വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ക്രാഫ്റ്റ് മാൻ 5 ആയിട്ടാണ്. ഓക്കെ, ക്രാഫ്റ്റ് മാൻ 5 എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ഗെയിമായിട്ടുമായിരുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് സർവൈവലാണ് കളിക്കുന്നത്. ബട്ട് ഞാൻ വീട് പണിയത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഞാൻ ഇന്ന് ഈ മാപ്പ് മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. കുറേ കേവുകളുണ്ടല്ലോ, കേവ് മീൻസ് ഗുഹ, അതുപോലെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അത് കണക്കത്തെ സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വില്ലേജ് കണ്ടുപിടിച്ച് വില്ലേജ് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാനാണ് എൻ്റെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ ഗെയിമിംഗ് വീഡിയോ ആണ്. ഫസ്റ്റ് ഗെയിമിംഗ് വീഡിയോ റോബ്ലോക്സിൻ്റെ റൈവൽസ് എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് വീഡിയോ ആയിരുന്നു. പക്ഷേ ആ വീഡിയോയ്ക്ക് ഒരു വ്യൂവേഴ്സ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയിൽ പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷ ഒട്ടുമില്ല, എങ്കിലും ഇടുന്നതാണ്. അപ്പോൾ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അവിടെ ഒരു മല കാണാം. ആ മലയിൽ പോയാൽ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോയി. നമുക്കിതാ ഇത് ഒരു ചെറിയ ഐലൻഡ് കണക്കത്തെ സംഭവമാണെന്ന് തോന്നുന്നു. തന്നെ ചെറിയ ഐലൻഡ് കണക്കത്തെ സംഭവമായിരുന്നു. ഓക്കെ, അപ്പോൾ നൈറ്റായി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇനി ടാസ്ക് നൈറ്റിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ടാസ്ക് വരുന്നത് നൈറ്റിലാണ്. അപ്പോൾ എക്സ്പ്ലോറിംഗ് ആണ്. ഞാൻ ബെഡ് ഉണ്ടാക്കാൻ പാടില്ല, ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനത്തെ എക്സ്പ്ലോറിംഗ് ആണ്. വില്ലേജ് കണ്ടുപിടിച്ച വില്ലേജിൽ നിന്ന് ഫുഡ് എടുത്ത് കയറ്റാന്നല്ലാതെ ഒന്നും പാടില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച്. ഓക്കെ, അപ്പോൾ ആദ്യമേ വന്നൊരു കുഴിയിൽ വീണിട്ടുണ്ട്. ഓക്കെ, പൊടി ഇനിയാണ് നമ്മുടെ ടാസ്ക് വരുന്നത്. ഇനി ആ ഭൂതങ്ങളെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം പോവാൻ, ബിക്കോസ് എനിക്ക് കണ്ണ് കാണത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഞാൻ പോവേണ്ടത്. ഓരോ അടിയും നോക്കി കണ്ടും വെക്കണം. ഇവിടെ അടുത്തെവിടെയോ ഉണ്ട് ഗൈസ്. ഇവിടെ അടുത്തെവിടെയോ ഇതുണ്ട് ഗൈസ്. മറ്റേ ഇത് വില്ലേജ് അടുത്തെവിടെയോ ഉണ്ട് വില്ലേജ്. അടുത്തെവിടെയോ വില്ലേജ് ഉണ്ട്. ഓടോ ചത്ത്. Oh my god guys, ഞാനാണെങ്കിൽ എന്തുവാണ് ഇത് വില്ലേജ് കണ്ടുപിടിച്ച് അടുത്തെത്തുന്നതിന് മുമ്പേ ചത്ത് കേസ്. പരസ്യം വന്നു. इस बॉल को इन स्विंग करने के लिए क्या ग्रिप होनी चाहिए? इस बॉल को इन स्विंग करने के लिए सीम को लेग स्लिप और फाइन लेग की ओर एंगल किया जाता है. റീസ്പോൺ കൊടുത്തിട്ടുണ്ട്. വീണ്ടും രാത്രി നെസ്സോണായോ. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ എന്തോ ചെയ്യുമെന്നാണ്. വെള്ളത്തിൽ പോയി നിന്നാലോ. വെള്ളത്തിൽ പോയി അവിടെ ഉണ്ടൊരു വീട്. ഇതൊരു ചെറിയ ഐലൻഡാണ് കാണാൻ തോന്നുന്നു. ബ്രോ, വില്ലേജർ സോംബി അല്ലടാ കളവോ. ചത്തില്ല, ചാവത്തില്ല.
ഇതിൽ ചാവൂല, ഒരു കട്ടയോ പാതി കട്ടയോ വരെ നിൽക്കും എന്നാണ് തോന്നുന്നത്. സത്ത് കണ്ട പാതി കട്ട വരെ നിൽക്കും. ഇതുകൊണ്ട് ഇപ്പോൾ ഒരു വഴിയുള്ളൂ, 2 കുഴി ഒഴിക്കുക. അപ്പോൾ ഗൈസ് ഫുൾ ഇരുട്ടായിട്ടുണ്ട്. എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഒരു കട്ട ഇട്ടിട്ടുള്ളൂ. ലെക്സി ഓക്കെ, എന്ത് വന്നാലും നേരിട്ട് അനുഭവിക്കാൻ ആണല്ലോ നമ്മുടെ വിധി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിതാ ഇതുവഴി ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ പകലായ അറിയാൻ പറ്റും, പക്ഷേ ഏവനെങ്കിലും വന്ന് ചാടിയ ഇതിൻ്റെ അകത്തോട്ട് വരും. അതാണ് വേറെ കാര്യം. മൊത്തം പണിയിലാണ് ഗൈസ്. അടച്ചാൽ ഈ ഇരുട്ട് വേണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് വെയിറ്റ്. പകലാവുന്നവരെ എന്താണ് കാത്തിരുന്ന് ഒരു വഴിയാവും. ഓക്കെ, ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ. അങ്ങനെ ഒടുവിൽ ഞാൻ ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയിൽപ്പെട്ട് പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ചാവാൻ വേണ്ടി പോവാണ്. ആ പാറട്ട വില്ലേജിന് തലയ്ക്ക് കെമിക്കൽ എടുത്ത് ഇപ്പോഴും ജീവിച്ചിരുന്നു. എൻ്റെ പൊന്നോ, ദാടി കൂടെ വരണ്. കുടുംബത്തിലെ പിള്ളേർക്കാണ് ആവേശം കൂടുതൽ തോന്നണം. പറന്ന് വന്ന വരക്കം കണ്ടായിരുന്നു, പൊട്ടി. എൻ്റെ പൊന്നോ, ടഫാണ്. അപ്പം നമ്മൾ നോർമൽ മോഡ് ഇട്ടാണ് കളിക്കുന്നത് സർവൈവർ. രാവിലെ ആവാൻ തുടങ്ങി. യെസ്. പകലാവ്. നേരം വെളുക്കാൻ തുടങ്ങി. എക്സ്പ്ലോറിങ് ഒന്നല്ലേ പറഞ്ഞേ. അപ്പം നമ്മൾ ഇതൊക്കെ കണ്ടിരിക്കണം, എന്താണ് സൂര്യൻ ഉദിക്കുന്നത്, സൂര്യോദയം കണ്ടിരിക്കണമെങ്കിൽ. ചാടിത്തുള്ളി പോവുകയാണെങ്കിൽ ഞാൻ സൂര്യോദയം കാണാം. സൂപ്പർ. സൂര്യോദയമൊക്കെ കഴിഞ്ഞു, എന്നാലും ഞാൻ കാണിക്കും നിങ്ങൾ. അത്രയേ ഉള്ളൂ. അമ്മ, ഒരു കട്ട വെച്ച് എങ്ങനെ പോകുമെന്തോ. ഒരു ഫുഡ് പോലും കഴിക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ
എന്തായാലും ഇപ്പോൾ തട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഗുഹ എക്സ്പ്ലോർ ചെയ്യേണ്ട ഞാൻ. അയ്യോ എനിക്ക് വയ്യ, ഞാൻ മടുത്ത് ഗൈസ്. എത്ര തവണ ചത്ത് കഴിച്ച് ഞാൻ. ഈസി മോഡ് ഇട്ടാ പിന്നെ സിമ്പിളാണ്. രാത്രി എസ്കേപ്പ് ആവാൻ വേണ്ടി ബെഡെങ്കിലും വെക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് ഒരുമാതിരി പണി ഇപ്പോൾ ഒരു നല്ല പണി കിട്ടി എനിക്ക്. നൈറ്റ് ആണവരെ ഇനി ശല്യമൊന്നും കാണിക്കില്ല. നൈറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു 5, 6, 7, 8, 10 തവണ കുറഞ്ഞതെങ്കിലും ചാവും. ഓക്കെ, അപ്പം നമ്മൾ ഫ്രണ്ടിലൊരു മല കാണുന്നുണ്ട്. അങ്ങോട്ടാണ് ഞാൻ ഇപ്പോൾ പെടച്ച് പോണത്. ആ കണ്ടോ 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 എന്താ ഇതുണ്ടോ പ്ലെയിൻ ഏരിയ കിട്ടിയ വൈ. ഓ നൈസ് സ്ഥലം കിട്ടിയ ഗൈസ്. എക്സ്പ്ലോറിങ് എന്ന് പറഞ്ഞാൽ നൈസ് സ്ഥലങ്ങളൊക്കെ എടുത്ത് ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബട്ട് എൻ്റെ ഹൃദയം തകർന്നു പോകാൻ. ഞാൻ ഇവിടെയാണ് വന്ന് ചാടിയത് നേരത്തെ തന്നെ. ഇവിടെയാണോന്ന് അറിഞ്ഞില്ല, ഇവിടെയാണെന്ന് തോന്നുന്നു. ബട്ട് നൈസ് ഏരിയ. അയൺ ഇത്രയും ഓപ്പണായിട്ട് അയൺ ഇരിക്കണ്. എടുക്കുവാണ് വിഷയം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.